ഇന്നും പുട്ടിന് നനച്ചുകൊണ്ടാട്ടോ തുടങ്ങണത്. കാരണം ഇന്നും നമുക്ക് 2 കേക്ക് സെറ്റ് ചെയ്യാനുണ്ട്. കേക്കിന്റെ ഫൈനൽ കോട്ടിംഗ് ഒക്കെ ഞാൻ രാത്രി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഫൈനൽ ഡെക്കറേഷൻ മാത്രമേ ബാക്കി ഉണ്ടായുള്ളൂ. രണ്ടും ഒരേ കളർ തീമിലാട്ടോ കൊടുത്തത്. ഒരെണ്ണം കിറ്റി തീമിലും ഒരെണ്ണം ബട്ടർഫ്ലൈ തീമിലുമാണ്. രണ്ടും 1 kg വരുന്ന കേക്കായിരുന്നു. അപ്പോ കേക്കിന്റെ ഫൈനൽ ഡെക്കറേഷൻ നമുക്ക് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമുക്ക് ഹറിബറി ആയിട്ട് പല പണീന്റെ ഉള്ളിൽ കൂടെ അത് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇതായിരുന്നു കേക്കിന്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ വേഗം സാലഡ് റെഡിയാക്കി വെച്ച് പിന്നെ അതിലേക്ക് കുറച്ച് ചിക്ക് പീസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ചിക്ക് പീസ് സാലഡിന്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ നമ്മുടെ പുട്ടായതുകൊണ്ട് പിന്നെ 3 കുറ്റിയിൽ അങ്ങോട്ട് 3 കുറ്റിയുള്ള പാത്രം ആയതുകൊണ്ട് നമുക്കതൊരു 10 മിനിറ്റ് ടൈമർ വെച്ച് കൊടുത്താൽ അത് അവിടെ സെറ്റ് ആയിക്കോളും. പിന്നെ ഈ പുട്ടും കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യല് നിർബന്ധമാണ്. കാരണം അല്ലെങ്കിൽ ഉറുമ്പ് വന്നിട്ട് നമുക്ക് പണി കിട്ടും. അപ്പൊ ഈ ബീക്കോന്റെ പ്രോഡക്ട്സ് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ചതാട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം ഈ ലിക്വിഡ് ആണെങ്കിലും അധികം കെമിക്കലിന്റെ സ്മെല്ലൊന്നും ഇല്ലാതെ നല്ലൊരു സ്മെല്ലും ആണ്. ഈ വൈപ്സ് ആണെങ്കിലും നമുക്ക് ഒരുപാട് പ്രാവശ്യം കഴുകി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് കേട്ടോ. ഒരു ക്ലോത്തിന്റെ ഇതാണ്. പക്ഷെ നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നമ്മുടെ സാധാ പേപ്പർ ക്ലീനക്സ് പോലെ നമുക്കത് കളയണ്ട. നമുക്ക് കഴുകി കുറെ പ്രാവശ്യം ഉപയോഗിക്കുകയും ചെയ്യാം. നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ടായിരുന്നേ. അപ്പോൾ വാങ്ങി ഉപയോഗിക്കാത്തവരൊന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോഴേക്കും നമ്മുടെ സാലഡും പുട്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. കറി പിന്നെ നമ്മൾ രാത്രി വെച്ച് കിടക്കുന്നതുകൊണ്ട് പിന്നെ അതിന്റെ പണി നോക്കണ്ട. അങ്ങനെ കേക്കൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ പോവാൻ ഇറങ്ങിട്ടോ. ഒരെണ്ണം ഞാൻ പോകുന്ന വഴിക്ക് കൊടുക്കാണ്. ബാക്കി ഒരെണ്ണം വൈകുന്നേരം ഞാൻ എത്തുന്നതിന്റെ മുന്നേ കൊണ്ടുപോകാനുള്ള കേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോണത്.